നമസ്കാരം. ഒറ്റ മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇയർഫോൺ ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഹലോ, ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരുടെ ഹമ്പിൾ റിക്വസ്റ്റ്, ബുദ്ധിമുട്ടാവത്തില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. മുഖാമുഖം നോക്കി സംസാരിക്കുന്നതിൻ്റെ സുഖം അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാഷ്വലി സംസാരിച്ച് തുടങ്ങാം. ഇല്ലെങ്കിൽ നേരത്തെ വന്നവരടുത്ത് കാണിക്കുന്ന അനാദരവായിപ്പോൾ. അപ്പോൾ ഇന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഡിയോനെ കുറിച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചു. അപ്പോൾ പല ആൾക്കാർക്കും അതിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബോർഡ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇതുവരെ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ടാകത്തില്ല. ചിലർക്ക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു ധാരണയും ചിലപ്പോൾ ഉണ്ടാകത്തില്ല, ഇതുവരെ പ്രോഗ്രാമിങ് ഫേസ് ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാറ്റഗറി ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന്, അതായത് ടോട്ടൽ ബിഗിനറിന് പ്രോഗ്രാമിങ്ങിൽ എന്തൊക്കെ പഠിച്ചു തുടങ്ങണം, അത് വെച്ച് ആഡിയോനോ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം. ഇനി കേസ് സ്വന്തമായിട്ട് ആഡിയോനോ ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ആഡിയോനോ ബോർഡിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് സൗകര്യം പോലെ ബോർഡ് വാങ്ങിച്ചാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ ബോർഡ് ഇല്ലാത്തവർക്കും ഇത് ചെയ്ത് നോക്കാൻ ഒരു അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആഡിയോനോയ്ക്കകത്ത് നമ്മൾ ഒരു ഹാർഡ്വെയറും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുള്ള കാര്യം. ആ ഇലക്ട്രോണിക് ഹാർഡ്വെയറിനകത്ത് നമുക്ക് പ്രോഗ്രാം എഴുതിയാണ് പല കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ് ഞാൻ. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരുടെയും നോളജ് ലെവൽ ഒന്ന് പറയാമോ? എത്ര ഫെമിലിയർ ആണ്, എത്രത്തോളം ചെയ്യുന്ന ആൾക്കാരാണ്? അപ്പോൾ അതനുസരിച്ച് എനിക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടോട്ടൽ ബിഗിനർ ആണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എല്ലാവരും ടോട്ടൽ ബിഗിനേഴ്സ് ആണെങ്കിൽ, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സാറിന്റെ ഞാൻ ടോട്ടൽ ബിഗിനേഴ്സ് അല്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് സാർ, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ബോർഡ് എൻ്റെ ഉണ്ട്. ശരി, കുറച്ചൊക്കെ, വലിയ ബിഗിനേഴ്സ് എന്ന് പറയാം. ബാക്കിയുള്ള രണ്ടുപേരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ആകാശും നന്ദകുമാറും. സാർ, ഞാനും ഒരു ബിഗിനറാണ്. ഞാനും ബിഗിനറാണ്. ശരി ശരി, ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ആ ഒരു ബേസിക്സിലേക്ക് കിടക്കാം. നമ്മൾ സി എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ സിയുടെ കമ്പൈലർ, അതായത് സിയുടെ ഒരു നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കമ്പൈലറുണ്ട്. അപ്പോൾ സി കമ്പൈലറാണ് ആർഡിനോയ്ക്കും ആധാരമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ആർഡിനോ എഴുതിയ സമയത്ത് സി ആയിരുന്നു ഏറ്റവും പോപ്പുലറായിട്ട് നമ്മൾ കരുതിയിരുന്ന ലാംഗ്വേജ്. ഇപ്പം അത് മാറി പൈത്തണായി. ഇപ്പം എല്ലാവരും പൈത്തണാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി, എല്ലാത്തിനും സെമി കോളൻ ഇടേണ്ട കാര്യമില്ല, കുറച്ചുകൂടെ റീഡബിൾ ആണ് കോഡ് എന്നുള്ളതാണ്. അപ്പം ഇപ്പം വരുന്ന പല പുതിയ ബോർഡ്സും, ഇപ്പോൾ റാസ്ബെറി പൈ പിക്കോ പോലുള്ള ബോർഡ്സ്, ESP32 പോലുള്ള ബോർഡ്സ്, ESP8266 പോലുള്ള ബോർഡ്സ് ഒക്കെ നമുക്ക് പൈത്തണിലോ സിയിലോ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ രണ്ട് ഫങ്ഷനാലിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ മേ ബി ഉപയോഗിക്കുന്നതിൻ്റെ സൗകര്യം കൊണ്ടോ, അല്ലെങ്കിൽ സ്ഥിരം ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ലൈബ്രറി സപ്പോർട്ട് ഉള്ളത് കൊണ്ടോ ആയിരിക്കാം, എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ആർഡിനോ ഐഡിയയിൽ സി പ്രോഗ്രാം ചെയ്യാൻ തന്നെയാണ്. അതായത് എന്തിനാണോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ചെയ്യാനാണ്. നമുക്ക് വേറെ ഐഡിയസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ചെയ്യാൻ പറ്റും, ആർഡിനോ അല്ലെങ്കിൽ കൂടി. ഇപ്പോൾ ആർഡിനോ പോലത്തെ ഒരുപാട് ബോർഡ്സ് ഉണ്ട്. ഇപ്പം ESP32 എടുക്കാം. ESP32 പോലൊരു ബോർഡ് എടുത്താലും ഞാൻ സിയിൽ പ്രോഗ്രാം ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്, സിംപ്ലി ബിക്കോസ് ലൈബ്രറി സപ്പോർട്ട് കൂടുതലാണ്. ചില കാര്യങ്ങൾ പൈത്തണിൽ ചെയ്യുന്നതാണ് സൗകര്യം, ആണ് പൈത്തണിലേക്ക്. അപ്പം ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. സി പ്രോഗ്രാമിംഗ്, നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആണ് പറഞ്ഞു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആർഡിനോയുടെ പെർസ്പെക്റ്റീവ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്ത് നോക്കാനൊരു അവസരം വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുമല്ലോ വേണ്ടത്, ഇതും കൊണ്ടുപോകല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇത് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, അഥവാ ബോർഡ് ഇല്ലാതെ എങ്ങനെ സിമുലേറ്റ് ചെയ്യാന്നുള്ളത് പറയാം. ഓട്ടോഡെസ്ക് എന്നൊരു കമ്പനി പലരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഈ ഇൻവെൻറ്റർ പോലുള്ള ഒരുപാട് നല്ല സോഫ്റ്റ്വെയർസ് സമ്മാനിച്ചൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു ഫ്രീ ടൂളുണ്ട്, നമ്മൾ കൊച്ചു കുട്ടികളെ ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കുന്നതും പ്രോഗ്രാം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ടൂളുണ്ട്. ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആ ടൂളിൻ്റെ പേര് ടിങ്കർ ക്യാഡ് എന്നാണ്, TINKERCAD. ടിങ്കർ ക്യാഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ടിങ്കർ ക്യാഡിനകത്ത് എങ്ങനെ നമുക്കൊരു ആർഡിനോ സിമുലേറ്റ് ചെയ്യാം, അഥവാ ആർഡിനോയുടെ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്ത് പഠിക്കാം. അത് നമുക്ക് പലതും ചെയ്ത് നോക്കാം. ആക്ച്വലി ഹാർഡ്വെയർ എടുത്ത് വയർ ചെയ്യുന്നതിന് പകരം, ഈവൻ ദോ നിങ്ങളുടെ അഡ്വാൻസ് പ്രോഗ്രാമറായി കഴിഞ്ഞാലും പലപ്പോഴും സിമുലേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പേർപ്പസ് കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിപ്പോൾ നമ്മൾ പലപ്പോഴും
ഇലക്ട്രോണിക്സായിട്ട് ബന്ധമുള്ളവരായതുകൊണ്ട് അറിയാം. നമ്മളിപ്പോൾ വയറൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ബ്രെഡ് ബോർഡിനകത്തൊക്കെ കുത്തി നിർത്തി എല്ലാം തൊട്ട് സൈഡിൽ ലാപ്ടോപ്പും കൂടെ വെച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഈ കുഞ്ഞു കഷ്ണം വയർ, എസ്പെഷ്യലി സിംഗിൾ ഹുക്ഡ് വയർ ആണെങ്കിൽ വയർ പൊട്ടിയിട്ട് അതിന്റെ പീസ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കീബോർഡിനിടയിൽ കയറും, അങ്ങനെ കീബോർഡ് ഡാമേജ്ഡ് ആവും. അപ്പൊ പലപ്പോഴും നമ്മൾ കുറച്ച് വയറൊക്കെ ഇതുപോലെ മാറ്റി ഇതൊരു സൈഡ് കമ്പ്യൂട്ടറിന്റെ ഒരു സൈഡിലും ഇത് ഓരോ സൈഡിലും വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കീബോർഡ്, അതാകുമ്പോൾ പോയാൽ 200 രൂപയല്ലേ പോകുള്ളൂ, എക്സ്റ്റേണൽ കീബോർഡ് വെച്ച് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പൊ ഈ സിമുലേറ്റർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ആർഡിനോ ബോർഡ് ഇല്ല എന്നുള്ളവർക്കും അത് സൗകര്യമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് സ്വന്തമായിട്ട് സിമുലേറ്റർ എടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിംഗ് ബേസിക്സിലേക്ക് കിടക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ആദ്യം നമുക്ക് വേണ്ടത് ടിങ്കർകാഡിന്റെ വെബ്സൈറ്റിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ tinkercad.com ടിങ്കർകാഡ്. അപ്പോൾ ഇതാണ് ടിങ്കർകാഡിന്റെ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ എന്നൊരു സംവിധാനമുണ്ട്. നമ്മൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ലോഗിൻ ചെയ്യണം, സ്കൂളായിട്ടാണോ, സ്റ്റുഡൻറ്റ് അക്കൗണ്ട്സ് ഉണ്ടോ, ഇല്ല പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. ഇത് വെച്ച് നമുക്ക് ഈ 3D പ്രിന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇതിന് നമുക്ക് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്ത് നോക്കാനും കൂടെ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഡിസൈൻ ചെയ്ത പല സാധനം കിടക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ഇത് ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ ക്രിയേറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, 3D ഡിസൈൻ ആണോ വേണ്ടത്, സർക്യൂട്ട് ആണോ വേണ്ടത്, അതോ കോഡ് ബ്ലോക്ക് ആണോ എന്നുള്ളത് ചോദിക്കും. നമുക്ക് സർക്യൂട്ട് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ പുതിയൊരു സർക്യൂട്ട് സിമുലേഷൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഒരുങ്ങി വരും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ആർഡിനോ ആണ്. അപ്പോൾ നമുക്ക് ആർഡിനോ എടുക്കാം. ആർഡിനോ യൂനോ എന്നൊരു ബോർഡ് ഞാൻ തൽക്കാല സൗകര്യത്തിന് എടുക്കുന്നു. ആ ബോർഡ് ഞാൻ വലിച്ച് ഇവിടെ കൊണ്ടിടുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാം. ഇൻറ്ററപ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ആർഡിനോ ബോർഡ് ഇവിടെ കൊണ്ട് വെച്ചു. അപ്പം നിങ്ങൾക്ക് പല ഈ ആർഡിനോ ബോർഡിൽ നിന്ന് ഫെമിലിയറിറ്റിക്ക് വേണ്ടി പറയുകയാണ്. നമുക്ക് ഇവിടെ മുകളിൽ നോക്കിയാൽ 0 തൊട്ട് 13 വരെയുള്ള ഡിജിറ്റൽ പിൻസ് ഉണ്ട്. അത് D0, D1, D2, D3, D4, D5, D6, D7, D8, D9, D10, 11, 12 and 13. ഇവിടെ അനലോഗ് ഇൻപുട്ട് പിൻസ് ഉണ്ട്. ഒരു സെക്കൻഡ്. അനലോഗ് ഇൻപുട്ട് പിൻസ് ഉണ്ട്. അനലോഗ് ഇൻപുട്ട് പിൻസ് A0 to A5 ആണ്. നമ്മൾ ഈ അനലോഗ് പിൻ സാധാരണ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നത് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മെഷർ ചെയ്യാൻ, അതേപോലെ ആപ്ലിക്കേഷനാണ് നമ്മൾ അനലോഗ് പിൻസ് ഉപയോഗിക്കുന്നത്. ഹൗഎവർ നമുക്ക് ഈ അനലോഗ് പിൻസ് വെച്ച് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും പറ്റും, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കാനും പറ്റും. ഒരു അഡീഷണൽ ആയിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ടെന്ന് മാത്രം. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് 2 ഗ്രൗണ്ട് പിൻസ് ഉണ്ട്. ഒരു ഗ്രൗണ്ട് ഇവിടെയും കൂടെ ഉണ്ട് കേട്ടോ. പിൻ നമ്പർ 13 സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ 2 ഗ്രൗണ്ട് പിൻസ് ഉണ്ട്. വോൾട്ടേജ് ഇൻപുട്ട് ലൈൻ ഉണ്ട്. ഈ വോൾട്ടേജ് ഇൻപുട്ട് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു പവർ ഇൻപുട്ട് ജാക്ക് ഉണ്ടല്ലോ, ഈ ജാക്കിനകത്തൂടെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ വരുന്ന വോൾട്ടേജ് ആണ്. അവിടെ നമുക്ക് ഹയർ വോൾട്ടേജസ് കൊടുക്കാം. 5 തന്നെ കൊടുക്കണമെന്നില്ല. 12 വോൾട്ട് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 9 വോൾട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ 5 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ USB വഴിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ 5 വോൾട്ട് ഇവിടെ വരും. ശരിക്കും പറഞ്ഞാൽ ഡയറക്ട്ലി 5 വോൾട്ട് വരത്തില്ല. ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. ആ ഡയോഡിന്റെ ഡ്രോപ്പും കൂടെ കഴിഞ്ഞാൽ വരുള്ളൂ. എന്നാലും നമുക്ക് 5 എന്ന് അസ്യൂം ചെയ്യാം. ഇനി ഞാൻ ബേസിക് പ്രോഗ്രാമിംഗിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് നോക്കാം കോഡ് എന്നൊരു ഭാഗം കാണാം. ആ കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോഡ് പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനം വരും. അപ്പം ഞാൻ ഇപ്പൊ ബ്ലോക്ക് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകാൻ നമ്മൾ ബ്ലോക്കായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ശൈലിയുണ്ട്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. സാധാരണ ടെക്സ്റ്റ് ആയിട്ട് തന്നെ പ്രോഗ്രാം ചെയ്യുകയാണ്. കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആർഡിനോയുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നമുക്ക് ഏതാണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതിന്റെ പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇതിനകത്തുള്ള കോഡൊക്കെ തൽക്കാലം ഡിലീറ്റ് ചെയ്ത് കളയാം. ആർഡിനോ പ്രോഗ്രാമിങ്ങിന് 2 ഭാഗമാണുള്ളത്. ഒരു ഭാഗത്തിന്റെ പേര് സെറ്റപ്പ് എന്നാണ്, മറ്റൊരു ഭാഗത്തിന്റെ പേര് ലൂപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വോയിഡ് സെറ്റപ്പിനകത്ത് ഈ 2 കേളി ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ കോഡ് എഴുതും, അല്ലെങ്കിൽ ലൂപ്പ് ആണെങ്കിൽ ലൂപ്പിനകത്ത് കോഡ് എഴുതും. ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞ് തിരിച്ചു വരാം. ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. പറ്റുന്ന അത്രയും ആൾക്കാർ ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷമായിരിക്കും. ആൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിന്റെ സന്തോഷം ഒരിക്കലും വിദൂരതയിലേക്ക് നോക്കി സംസാരിച്ചാൽ കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ശരി, ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ആർഡിനോയ്ക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ C കമ്പൈലറാണ്, C പ്രോഗ്രാമറാണ്. അതിന് 2 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സെറ്റപ്പ് എന്നൊരു ഫംഗ്ഷനും ഒരു ലൂപ്പ് എന്നൊരു ഫംഗ്ഷനും. സെറ്റപ്പിനകത്ത് എന്ത് പ്രോഗ്രാം എഴുതിയാലും ഒറ്റ പ്രാവശ്യം മാത്രമേ വർക്ക് ആവുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിക്കുന്നു എന്ന് കരുതുക.
ഈ ലൈറ്റിന്റെ പിന്ന് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ, നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ സെറ്റപ്പിനകത്ത് എഴുതും എന്തൊക്കെ ഒരു പ്രാവശ്യം ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്യുന്നത്, ചില ലൈബ്രറി ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അതെല്ലാം സെറ്റപ്പിനകത്ത് എഴുതും. സെറ്റപ്പിനകത്ത് എഴുതുന്ന ഒറ്റ പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പിനകത്ത് തന്നെ ഉള്ള ഒരു ലൂപ്പ്, ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് തന്നെയാണ് ലൂപ്പ് എന്ന് വിചാരിക്കുക. അതായത് ലൂപ്പിനകത്തുള്ളത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആഡിയോയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റപ്പിൽ എഴുതിയ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലൂപ്പിനകത്തുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരില്ല, ലൂപ്പിനകത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ, ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് പോവുമല്ലോ വേണ്ടേ. ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് പോവുകയാണ് വേണ്ടെങ്കിൽ സെറ്റപ്പിൽ എഴുതിയാൽ മതി. പക്ഷെ നിരന്തരം ലൂപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ലൂപ്പ് എന്നുള്ള ഫംഗ്ഷനിലാണ് എഴുതുക. ഇതാണ് ആഡിയോയുടെ 2 ബേസിക് ഫംഗ്ഷൻസ്. അപ്പോൾ അത് രണ്ടും പഠിച്ച സ്ഥിതിക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് 2-3 ലൈൻ കോഡ് പഠിക്കാം. നമ്മൾ 2-3 ലൈൻ കോഡ് പഠിക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്? ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിൽ മൂവ് ഫോർവേഡ്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, നമുക്ക് ഒരു ലൈറ്റ് ഓൺ ആക്കണം, കത്തിച്ച് നിർത്തണം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ലൈറ്റ് ഓൺ ഓഫ് ആക്കുന്നത് വെച്ചിട്ട് നമുക്ക് പല ആപ്ലിക്കേഷനും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സേ ഫോർ എക്സാമ്പിൾ, വീടിൻ്റെ പുറത്തൊരു കള്ളൻ വന്നു, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വന്നു. ആ മൂവ്മെൻറ്റ് സെൻസ് ചെയ്തിട്ട് എനിക്ക് പുറത്ത് ലൈറ്റ് ഓൺ ചെയ്യണം, ഇതൊരു റിക്വയർമെൻ്റ് ആണ്. നമുക്ക് പുറത്തെ മൂവ്മെൻറ്റ് സെൻസ് ചെയ്യാൻ നമുക്ക് PIR സെൻസർ പോലെ സെൻസർ ഉപയോഗിക്കാം, 100 രൂപയ്ക്ക് താഴെയുള്ളൂ. അല്ലെങ്കിൽ മൈക്രോവേവ് റഡാർ സെൻസർ ഉണ്ട്, അത് 100 രൂപയ്ക്ക് താഴെയുള്ളൂ. അതെല്ലാം ഒരു ഇൻപുട്ട്, ഒരു ഹൈ ആണ് തരുന്നത്. ഇനി അതല്ലെങ്കിൽ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്തൊരു ലേഡി വന്നിട്ട് പറഞ്ഞു, ലേഡിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പൂച്ച ചത്തുപോയി. അപ്പോൾ പൂച്ച കുഴിച്ചിട്ടപ്പോൾ അത് പട്ടി വന്ന് മാന്തുന്നു, സ്ട്രേ ഡോഗ്സ് വന്ന് മാന്തുന്നു. അപ്പോൾ ഈ പട്ടി വരുമ്പോഴത്തേക്ക് പട്ടിയെ പേടിപ്പിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാമെന്ന് കാഷ്വലി ഒരു അമ്മയും മോളും കൂടെയാണ് വന്നത്. മോള് ഇതുമായിട്ട് വലിയ തൽപരയായ ഒരു കൊച്ചു സ്കൂൾ മിടിക്കുകയാണ്. അപ്പോൾ ആ മോളെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഒരു മൂവ്മെന്റ് സെൻസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവഴി ഒരു പ്രാണിയോ പൂച്ചയോ പറന്നു പോയി കഴിഞ്ഞാൽ രാത്രി ഉറക്കം പോകും. പകരം പട്ടിയുടെ ഹൈറ്റ് ഒരു സാധനം മൂവ് ചെയ്താൽ മാത്രം സെൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസോണിക് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ വന്ന് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നമ്മളിപ്പോൾ പഠിക്കാൻ വന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. മാത്രമല്ല, അപ്പോൾ നമുക്കൊരു LED ഓൺ ചെയ്യാനല്ലേ പറ്റുള്ളൂ, ആഡിയോയുടെ ഒരു പിന്നല്ലേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് ഓഫ് ആനോ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് റിലേ യൂസ് ചെയ്യാം. ഒന്നും നമുക്ക് റിലേ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് റിലേ ഉപയോഗിക്കാം. സോളിഡ് സ്റ്റേറ്റ് റിലേ ആണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും, സൗണ്ട് കേൾക്കില്ല, ട്രാക്ക് ആണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഒറ്റ സെക്കൻഡ്. ശരി, അപ്പൊ നമുക്ക് ലൈൻ കോഡിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ലൈൻ കോഡ് ഇത്രയേ ഉള്ളൂ, ഒരു പിന്ന് ഓൺ ആക്കുക, അതൊരു പിന്നിലേക്ക് വോൾട്ടേജ് കൊണ്ടുവരിക. അത് നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളാണ്. ആ പിന്നിനെ ആദ്യം ഔട്ട്പുട്ട് ആക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആഡിയോയിലേക്ക് അറിയില്ല പിന്നെ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ, ഒരു സ്വിച്ച് ആണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ലൈറ്റ് ആണോ കണക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ആക്കണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആക്കണം. അതിന് വേണ്ടി നമ്മളൊരു ലൈൻ കോഡ് എഴുതാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ലൈൻ കോഡ് നമ്മൾ പഠിക്കുന്നതിൻ്റെ പേര് പിൻ മോഡ് എന്നാണ്. അപ്പം നമ്മൾ സെറ്റപ്പിലാണ് എഴുതുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ സൈസ് കുറച്ച് വലുതാക്കാം. പിൻ മോഡ്. അപ്പം നമ്മൾ പിൻ മോഡ്, ഞാൻ ബ്രാക്കറ്റിനകത്ത് ഏത് പിന്നാണ് എന്ന് പറയും. അപ്പം എനിക്ക് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഡിജിറ്റൽ പിൻസ് ഉണ്ട്. ഇതിൽ ഏത് പിന്ന് വേണമെങ്കിലും എനിക്ക് ആക്കാം. പക്ഷെ ഇതിൽ ഈ പിൻ നമ്പർ 13 മാത്രമേ പ്രത്യേകതയുണ്ട്. 13ാമത്തെ പിന്നിൽ ഓൾറെഡി ഒരു LED വയേർഡാണ്. അപ്പോൾ എനിക്ക് വളരെ സൗകര്യമാണ് 13ാമത്തെ പിന്നിൽ ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പിൻ നമ്പർ 13 എടുക്കുകയാണ്. 13 എനിക്ക് വേണ്ടത് ഔട്ട്പുട്ട് ആക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത C പ്രോഗ്രാമിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ലൈനും ഒരു സെമി കോളനോടുകൂടി അവസാനിച്ചാൽ മാത്രമേ അത് ആ കമ്പൈലറിന് മനസ്സിലാവുള്ളൂ ഒരു വരി കോഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു വരിയാണ് കമ്പൈൽ ചെയ്യേണ്ടത്. അപ്പോൾ എവറി ലൈൻ വിൽ എൻഡ് വിത്ത് എ സെമി കോളൻ. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നിൻ്റെ P സ്മോൾ ലെറ്റർ ആണ്, M ക്യാപിറ്റലാണ്, ഔട്ട്പുട്ടിൻ്റെ എല്ലാം ക്യാപിറ്റലാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒരു സെക്കൻഡ്.
നമ്മൾ നമുക്ക് പ്രോഗ്രാമിങ്ങിന് പല ശൈലികളുണ്ട്. ഒരു പോപ്പുലർ ശൈലി അനുസരിച്ച് നമ്മൾ ഒന്നിലധികം വാക്കുകൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ വാക്ക് ചെറിയ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ഓരോ പുതിയ വാക്ക് വലിയ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് വേർഡ് വിൽ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ, എവറി സബ്സിക്വന്റ് വേർഡ് വിൽ സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അതുകൊണ്ടാണ് പിൻ മോഡിന്റെ പി സ്മോൾ ലെറ്ററും എം ക്യാപിറ്റൽ ലെറ്ററും ആയത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പലപ്പോഴും ഇത് കാണാൻ പറ്റും. ഡിജിറ്റൽ റൈറ്റിൽ കാണാൻ പറ്റും, ഡിജിറ്റൽ റീഡിൽ കാണാൻ പറ്റും, അനലോഗ് റൈറ്റിൽ കാണാൻ പറ്റും. അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ പിൻ മോഡാണ് നമ്മൾ ആദ്യം പഠിച്ച കോഡ്. പിൻ മോഡ് പി വിൽ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ, മോഡ് എം വിൽ സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഒറ്റ വാക്കാണ്. ഷെയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇൻ കേസ് ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ചാറ്റ് GPT ഉണ്ട് പ്രോഗ്രാം എഴുതിക്കാനായിട്ട്. ആർഡിനോയ്ക്കകത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ കോഡ് എഴുതുകയാണ്. പിൻ മോഡ് പി സ്മോൾ ആണ്, എം ക്യാപിറ്റലാണ്, ഔട്ട്പുട്ട് എന്നുള്ള എല്ലാം ക്യാപിറ്റലാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത വരി കോഡ് എഴുതാം. അപ്പോൾ ഈ നമ്മൾ സാധാരണ കോഡ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ 2 സ്ലാഷ് വരച്ചിട്ട് അവിടെ കമൻറ്റ് എഴുതുന്നൊരു ശീലമുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ എഴുതിയ കോഡ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിനാണ്. അപ്പോൾ ഞാൻ ഡിക്ലെയറിങ് 13 ആസ് ഔട്ട്പുട്ട്. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി എന്നുള്ളേ ഉള്ളൂ. കുറേ നാൾ കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അപ്പോൾ ഈ 2 ലൈൻ ഇട്ടാൽ പിന്നെ അങ്ങോട്ടുള്ളത് ഈ കമ്പൈലർ വർക്ക് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പക്ഷെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ അടുത്ത ലൈൻ കോഡ് എഴുതാണ്. അത് ഡിജിറ്റൽ റൈറ്റ് എന്നാണ് എൻ്റെ പേര്. ഡിജിറ്റൽ റൈറ്റ് നേരത്തെ പോലെ തന്നെ പിൻ നമ്പർ 13 ഞാൻ അതിനെ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഓൺ ആവുകയും 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ തിങ്കർകാഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലൈറ്റ് കത്തിയതായിട്ട്. ഈ ലൈറ്റ് ഈ പിൻ നമ്പർ 13 വയേർഡാണ്. പിൻ നമ്പർ 13 വയേർഡ് ആയതുകൊണ്ട് അപ്പം ഞാൻ അതിനെ 0 ആക്കിയിട്ട് റീപ്രോഗ്രാം ചെയ്യാം. സ്റ്റോപ്പ് സിമുലേഷൻ. ഞാനത് 0 ആക്കി കഴിഞ്ഞാൽ അത് ഓഫായി തന്നെ കിടക്കും. പകരം ഞാൻ അതിനെ 1 ആക്കിയിട്ട് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓൺ ആകുന്നതായിട്ട് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ജീവിതത്തിൽ ഒരു പിന്ന് ഓൺ ആക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഓഫ് ആക്കേണ്ടി വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഡിജിറ്റൽ റൈറ്റ് എന്നൊരു കമാൻഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 3 കാര്യങ്ങളാണ്. സെറ്റപ്പ് എന്നൊരു ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു, അതിനകത്ത് എന്ത് എഴുതിയാൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ഉള്ളൂ എന്ന് പഠിച്ചു. ലൂപ്പ് പഠിച്ചു, അതിനകത്ത് എന്ത് എഴുതിയാലും നിരന്തരം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പഠിച്ചു. ഡിജിറ്റൽ പിൻ മോഡ് പഠിച്ചു, ഒരു പിന്നിനെ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ആക്കാൻ പഠിച്ചു. ഡിജിറ്റൽ റൈറ്റ് എന്നൊരു ഫംഗ്ഷൻ പഠിച്ചു, അത് 1 ആക്കി കഴിഞ്ഞാൽ പിൻ നമ്പർ എഴുതിയിട്ട് 1 ആക്കിയാൽ ഓൺ ആകുകയും 0 ആക്കിയാൽ ഓഫ് ആക്കുകയും ചെയ്യും. ഇനി 1ന് പകരം നമുക്ക് ഹൈ എന്ന് എഴുതാം കേട്ടോ. ഹൈ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 തന്നെയാണ്. അതാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. കണ്ടോ, ലൈറ്റ് കത്തുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ച് നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണെങ്കിൽ സെറ്റപ്പ് എന്നത് മാറ്റി നമുക്ക് ലൂപ്പിൽ എഴുതണം, കാരണം നിരന്തരം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ എഴുതുകയാണ് ഡിജിറ്റൽ റൈറ്റ്, നേരത്തെ പോലെ തന്നെ പിൻ നമ്പർ 13,1 എന്ന് എഴുതി കഴിയുമ്പോൾ അത് ഓൺ ആകും. അതേപോലെ തന്നെ ഞാൻ അത് 0 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അപ്പോൾ ഈ കോഡ് കണ്ടാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാൻ പോകുന്നത് ഈ ലൂപ്പിനകത്തുനിന്ന് ഓൺ ആവുന്നു, ഓഫ് ആവുന്നു, ഓൺ ആവുന്നു, ഓഫ് ആവുന്നു, നിരന്തരം ഓണും ഓഫ് ആവും എന്നാണ്. നമുക്കൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ ഈ ലൈറ്റ് കത്തി തന്നെ കിടക്കുന്നു. അപ്പോൾ ഇൻഫാക്ട് അത് ബ്ലിങ്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ വേഗത്തിലായത് തന്നെ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്പം നമുക്ക് അതിൻ്റെ സ്പീഡ് ഒരല്പം കുറയ്ക്കാം. അപ്പം പിൻ നമ്പർ 13 ഓൺ ആക്കിയതിന് ശേഷം ഒരല്പനേരം പ്രോസർ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നു. 100 മില്ലി സെക്കൻഡ് ഡിലേ കൊടുത്തു. ഇറ്റ്സ് നോട്ട് ഡൂയിങ് എനിത്തിങ്. അപ്പം അടുത്ത ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഞാനൊരു 100 മില്ലി സെക്കൻഡ് ഡിലേ കൊടുത്തു. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സെറ്റപ്പ് പഠിച്ചു, ലൂപ്പ് പഠിച്ചു, പിൻ മോഡ് പഠിച്ചു, ഡിജിറ്റൽ റൈറ്റ് പഠിച്ചു, ഡിലേ പഠിച്ചു. നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരി, അപ്പോൾ ഞാൻ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു LED ബ്ലിങ്ക് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത്രയും കാര്യം തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം ചെയ്യണമെന്നില്ല. ഞാൻ ഇതുവരെയുള്ള ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ, കുറച്ച് പേര് ലേറ്റ് ആയിട്ട് വന്നിരുന്നു. നമ്മൾ ആർഡിനോയുടെ ബേസിക് പ്രോഗ്രാമിംഗ് ആണ് പറഞ്ഞു തുടങ്ങിയത്. എങ്ങനെ നമുക്കൊരു ലൈറ്റ് കത്തിക്കാം, ലൈറ്റ് ഓഫ് ആക്കാം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ ആർഡിനോ IDE സ്വന്തമായിട്ട് ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ ബോർഡ് ഇല്ലാത്തവർക്കോ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി ചെയ്യാം. ടിങ്കർകാഡ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഓട്ടോഡെസ്കിൻ്റെ ആണ്. അതിനകത്ത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് കൊണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റും.
ഗൂഗിൾ അക്കൗണ്ട് കൊണ്ട് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ആർഡിനോ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എടുക്കാം, അതിനകത്ത് ആർഡിനോ എടുക്കാം, നമുക്ക് കോഡ് എടുത്ത് നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചത് സെറ്റപ്പ് പഠിച്ചു, ലൂപ്പ് പഠിച്ചു, അത് രണ്ടും ഫങ്ഷൻസ് ആണ്. പിൻ മോഡ് പഠിച്ചു, ഒരു പിന്നിനെ ഔട്ട്പുട്ട് ഇൻപുട്ട് ആണെന്ന് തീരുമാനിക്കാൻ പഠിച്ചു. ഡിജിറ്റൽ റൈറ്റ് പഠിച്ചു, ഓണും ഓഫും ആക്കാൻ പഠിച്ചു. ഡിലേ പഠിച്ചു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇതുവരെയുള്ളതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മുമ്പോട്ട് പോകാം. Any doubts, any questions? ഇതില് ഈ ടിങ്കർ മോഡ് എന്താണ് ഒരു ടിങ്കർ ക്യാഡ് എന്നാണ് പേര്. ഞാൻ അതിന്റെ വെബ്സൈറ്റ് ഞാൻ ചാറ്റ് വിൻഡോയിൽ ഇട്ടേക്കാം. ടിങ്കർ ക്യാഡ് എന്നാണ്. ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത് സർ, ഞാൻ അതിൽ ചാറ്റ് വിൻഡോയിൽ ഇട്ടിട്ടുണ്ട്. ശരി. ടിങ്കർ ക്യാഡ് എന്നാണ്, ഓട്ടോഡെസ്കിന്റെ ആണ്. അതിനകത്ത് കയറിയാൽ നമുക്ക് ആർഡിനോ ബോർഡ് ഇല്ലാതെ തന്നെ നമുക്ക് സിമുലേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൈറ്റ് സക്സസ്ഫുള്ളി ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കാം. അഥവാ എനിക്ക് ഒരു ലൈറ്റ് 5 പ്രാവശ്യം മാത്രം ബ്ലിങ്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എഴുതിയ കോഡ് അനുസരിച്ച് എങ്ങനെയാണ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റ് 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് ഓഫ് ആകണം. ഇതാണ് നമ്മുടെ അടുത്ത റിക്വയർമെൻറ്റ് എന്ന് കരുതാം. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് എടുക്കാൻ 1-2 കാരണങ്ങളുണ്ട്. നമുക്ക് പ്രോഗ്രാമിംഗ് ബേസിക്സ് ഇല്ലാതെ ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് ഫണ്ടമെന്റൽസും കൂടെ പഠിക്കാനൊരു അവസരമാണിത്. അതായത് നമുക്ക് സി പ്രോഗ്രാമിങ്ങിന് അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമിങ്ങിനും ചില പ്രത്യേകതരം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തെല്ലാമാണ്? അപ്പോൾ ആദ്യം പറയാനുള്ളത് ഒരു വേരിയബിൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് ഒരു പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു വസ്തു. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ കുറച്ച് കപ്പലണ്ടി ഉണ്ടെന്ന് കരുതുക. ഈ കപ്പലണ്ടി ഞാൻ ഒരു ഡ്രോയ്ക്കകത്ത് വെച്ചു, ഞാൻ ഡ്രോയ്ക്ക് ഒരു പേരിട്ട് വിളിച്ചു. അപ്പോൾ അതേപോലെയാണ് നമ്മളൊരു വാല്യൂ കൊണ്ട് ഒരു സ്ഥലത്തിടുന്നു, അതിൻ്റെ ഒരു പേരിട്ട് വിളിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ വാല്യൂ ഇടാം, നമ്പേഴ്സ് ഇടാം, നമുക്ക് അക്ഷരങ്ങൾ ഇടാം, നമുക്ക് വാക്കുകൾ ഇടാം, സ്ട്രിങ്സ് ഇടാം, നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ഇടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടാം. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ഇൻറ്റിജർ മാത്രം എടുക്കുന്നു. അതായത് നമ്പർ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും. കാരണം നമുക്ക് എന്താണ് വേണ്ടത്? 5 പ്രാവശ്യം മാത്രം റൺ ചെയ്താൽ മതിയല്ലോ. ഇനി ഒന്നുകൂടെ പറയാം, നമുക്ക് ലൈറ്റ് ബ്ലിങ്ക് ആണ് ചെയ്യേണ്ടത്. ആ 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ട് ഈ ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. ഉദാഹരണത്തിന് ഒരു ബസർ ആണെന്ന് വിചാരിക്കുക. 5 പ്രാവശ്യം ബസർ അടിച്ചു, ആൾ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അടിച്ചാൽ മതി, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് അടിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 5 ടൈംസ് ബീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ 5 ടൈംസ് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. അപ്പം ഞാൻ നേരത്തെ ഈ ആഡിയോയ്ക്കകത്തുള്ള LED ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഞാൻ ഇപ്രാവശ്യം ഞാൻ പുറത്തൊരു LED കൂടെ കൊടുത്ത് കാണിച്ചു തരാം. അതാ ഈ സിമുലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് വേണ്ടത് ഒരു LED ആണ്. അപ്പം ഞാനൊരു LED എടുത്തു. ഞാൻ LED കൊണ്ട് ഞാൻ ഇപ്രാവശ്യം പിൻ നമ്പർ 12 കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ 13 നേരത്തെ കൊടുത്തതാണല്ലോ, ഞാൻ പിൻ നമ്പർ 12 കൊടുക്കാൻ തീരുമാനിച്ചു. LED-ക്ക് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും കൊടുക്കുന്നില്ല, മൈ LED എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കളർ ഏതാണ്? റെഡ് വേണം, ഞാൻ ബ്ലൂ ഇടാം. ശരി, ഒരു ബ്ലൂ കളർ LED വന്നു. അപ്പോൾ ഈ LED വർക്ക് ചെയ്യുന്നൊന്നും അറിയണമല്ലോ. അപ്പം ഞാൻ ഇവിടെ പവർ സപ്ലൈ ഉണ്ടല്ലോ, 5 വോൾട്ട്. അപ്പം 5 വോൾട്ട് നേരെ കൊടുത്താൽ ഇത് ഡാമേജ് ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ റെസിസ്റ്ററും കൂടെ ആഡ് ചെയ്യാം. ഞാൻ റെസിസ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ പോലെ വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റും. ഞാനിത് ഒരു റെസിസ്റ്റർ ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ സോറി എന്തോ ഒരു ചെറിയ എറർ വന്നു. ശരി, അപ്പൊ ഞാൻ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പോസിറ്റീവിൻ്റെ അവിടെ കൊടുത്തു. ഞാൻ ഇവിടുന്ന് ഒരു വയർ വലിച്ച് നേരെ
5 വോൾട്ട് കൊടുത്തു നോക്കി. ഇവിടെ നിന്നൊരു വയർ വലിച്ച് നേരെ ഗ്രൗണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഞാൻ അവിടെ കൊടുത്തു നോക്കി. ഞാൻ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. ശരി, അപ്പം ഞാൻ ഈ വയറിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. പകരം അത് ഞാൻ പിൻ നമ്പർ 12 കൊണ്ട് കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പിൻ നമ്പർ 12 എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ പ്രോഗ്രാം അനുസരിച്ച് മാറ്റാൻ പറ്റും. ഒന്നുമില്ല, ഒരു LED അവിടെ വയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടെ ഭംഗിക്ക് ഒന്ന് അടുക്കി പറക്കി വയർ ചെയ്യാം. ശരി, ഇനി ഞാൻ പ്രോഗ്രാം എടുക്കുകയാണ്. നമ്മൾ നേരത്തെ കോഡിന്റെ 13 മാറ്റിയിട്ട് എല്ലാം 12 ആക്കി നോക്കാം. നേരത്തെ ആയിട്ട് വ്യത്യാസമൊന്നുമില്ല, ഒരു എക്സ്റ്റേണൽ LED കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരി, അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ജോലി 5 പ്രാവശ്യം മാത്രം ഇത് ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യണം എന്നുള്ളതിന് ഞാൻ കൗണ്ട് എന്നൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇൻറ്റിജറിൻ്റെ കാര്യം പറഞ്ഞു. ഇൻറ്റിജർ കൗണ്ട് ഈക്വൽ ടു 0 കൊടുക്കാം തൽക്കാലം, അല്ലെങ്കിൽ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാനത് മറ്റൊരു രീതിയിൽ പറയാം. ഞാൻ കൗണ്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഞാൻ ഈ കൗണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു വേരിയബിളിൻ്റെ പേര് മാത്രമാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. ഇത് ഈ ഇൻറ്റിജർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ശരി, അപ്പം എനിക്ക് 5 പ്രാവശ്യം ഈ പിൻ നമ്പർ 12 ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫ് ആവണം. അതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഞാൻ ഈ ലൂപ്പിനകത്ത് തന്നെ എഴുതാം. ലൂപ്പിനകത്ത് എഴുതാണ് ഇഫ് എന്നൊരു ഫംഗ്ഷൻ എഴുതാണ്. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം റൺ ചെയ്താൽ മതി. ഇഫ് കൗണ്ട് ലെസ് ദാൻ 5. അപ്പോൾ കൗണ്ട് 0 ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. കൗണ്ട് 5-നേക്കാളും കുറവാണെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൗണ്ട് 5-നേക്കാളും കുറവാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഡിജിറ്റൽ റൈറ്റ് പിൻ നമ്പർ 12-നെ 1 ആക്കുന്നു. ഞാനൊന്ന് ഡിലേ കൊടുക്കുന്നു. ഒരു 100 മില്ലി സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. വീണ്ടും പിൻ നമ്പർ 12-നെ ഞാൻ ഓഫ് ചെയ്യുന്നു. ശരി, ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഈ 0 എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, 0 എന്നുള്ള വാല്യൂവിന് ഒന്ന് കൂട്ടുന്നു. അതായത് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും കൗണ്ടിൻ്റെ വാല്യൂ കൂടി വരണം. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. മനസ്സിലാകാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ എഴുതുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പ്ലസ് എന്നൊക്കെ എഴുതുള്ളൂ. ആലോചിക്കണ്ട ഇപ്പോൾ. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു അപ്പോൾ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ വേരിയബിൾ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഇൻറ്റിജർ എന്നൊരു വേരിയബിൾ ആണ് നമുക്ക് വേണ്ടത്. ഇൻറ്റിജർ കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി, കൗണ്ട് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി. അതിനകത്ത് ഇൻറ്റിജർ വാല്യൂ ആണ് ഇടുന്നതെന്ന് പറഞ്ഞു. അതിന് 0 എന്നൊരു വാല്യൂ കൊടുത്തു. ഇനി ഓരോ പ്രാവശ്യവും ഈ ലൂപ്പിനകത്തോട്ട് കടന്നു പോകുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടി വരും. നമുക്കൊന്ന് കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, 5 പ്രാവശ്യം വന്നിട്ട് ഈ ലൈറ്റ് ഓഫ് ആയി. ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കാം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ 1 സെക്കൻഡ് കത്തുന്ന ബ്ലിങ്ക് ഉണ്ടാക്കി. അതായത് ഒന്നുകൂടെ പറയാണ്, കൗണ്ട് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി. അതിനകത്ത് ഇൻറ്റിജർ വാല്യൂ നമ്പേഴ്സ് ആണ് ഇടുന്നതെന്ന് പറഞ്ഞു. അതിന് 0 ആക്കി. നേരത്തെ പറഞ്ഞ പോലെ പിൻ മോഡ് 12-ന് ഔട്ട്പുട്ട് ആക്കി. ലൂപ്പ് എന്നൊരു ഫംഗ്ഷൻ എഴുതി. ലൂപ്പിനകത്ത് എന്ത് എഴുതിയാൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കൗണ്ട് എന്നൊരു വേരിയബിൾ ഞാൻ പറഞ്ഞല്ലോ 0 ആണ് വാല്യൂ. 5-നേക്കാളും കുറവാണെങ്കിൽ മാത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇഫ് എന്നുള്ളൊരു സംഭവം. എന്നിട്ട് എന്ത് ചെയ്തു? 12-നെ 1 ആക്കി, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. 12-നെ ഓഫ് ആക്കി, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. കൗണ്ടിന്റെ വാല്യൂ ഒന്ന് കൂട്ടി. അപ്പോൾ ഇത് 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവും. നമുക്കൊന്ന് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 and 5. പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ. ശരി, ഇപ്പം ഞാൻ ഇഫ് എന്നൊരു കണ്ടീഷൻ ഒന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ തുടങ്ങിയത് എന്താണ്? നമ്മൾ തുടങ്ങിയത് ലൈറ്റ് ഓൺ ആക്കിയോ ഓഫ് ആക്കിയാണ്. പക്ഷെ നമ്മൾ ഇഫ് പോസിബിൾ ഇൻക്രീസ് ഫോൺ സൈസ്, സോറി ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്, അടുത്ത ഇതിൽ ഞാൻ കൂട്ടാം. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ്? നമ്മൾ ഒരു പിൻ ഇൻപുട്ട് ആക്കി നമ്മളത് ഓൺ ആക്കി ഓഫ് ആക്കി, ഇതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്.
പക്ഷെ നമ്മൾ ഇത്രയും മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. ഫ്ലാഷറൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇഫ് എന്നൊരു കാര്യം പഠിച്ചാൽ, ഒരു കണ്ടീഷണൽ ബ്രാഞ്ചിങ് പഠിച്ചാൽ നമുക്ക് ഒരുപാട് സെൻസേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ വെച്ച് മാത്രം. നമുക്കൊരു സെൻസർ ഉണ്ട്, ഉദാഹരണത്തിന് ലൈറ്റ് LDR ആണ്. ആ ലൈറ്റിന് ഇന്റൻസിറ്റി ഇന്നതിനേക്കാളും കൂടുതലാണെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം. ഇഫും എൽസും നമ്മൾ ഇത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രോസസ്സിലൂടെ ഞാൻ പോയത്. നമുക്ക് 5 പ്രാവശ്യം മാത്രം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിക്കാൻ വേറെ മെത്തേഡ്സ് ഉണ്ട്, ലൂപ്പ്, ഫോർ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇഫ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോൾ 5 പ്രാവശ്യം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിച്ചു. ഇനി നമുക്ക് ഈ 5 പ്രാവശ്യം കഴിഞ്ഞാൽ വേറൊരു ലൈറ്റ് ഓൺ ആകുന്നതും കൂടെ ചെയ്താലോ. അതായത് നമ്മൾ ഒരു നീല ലൈറ്റ് 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നു, 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാനായിട്ട് ചുമന്ന ലൈറ്റും കൂടെ ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ഈ കോഡിൽ നിന്ന് മാറ്റം വരുത്താം. ശരി, ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു ലൈറ്റും കൂടെ കൊടുക്കുകയാണ്. ഞാനൊരു LED എടുത്തു. ഒരു LED അതിൻ്റെ ആനോട് ഞാനൊരു റെസിസ്റ്റർ ഇട്ടു. ഞാൻ അത് വലിച്ച് പിൻ നമ്പർ 11 കണക്ട് ചെയ്തു. ഞാൻ ഇത് വലിച്ച് ഞാൻ ഗ്രൗണ്ടിൽ തന്നെ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2 LED ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. 5 പ്രാവശ്യം കൗണ്ട് ചെയ്തു. അതായത് കൗണ്ടിൻ്റെ വാല്യൂ 0 കൊടുത്തു. കൗണ്ട് 5-നേക്കാളും കുറവാണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇഫിന് പകരം എൽസ് എഴുതിയാൽ ഈ ഇഫിന്റെ കണ്ടീഷൻ അല്ലാതെ എന്ത് കണ്ടീഷൻ ആണെങ്കിലും ഇത് സംഭവിക്കും. ഫോണ്ട് വലുതാക്കാം കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ഫോണിൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ തീരെ ചെറുതായിട്ടേ കാണുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ റെക്കോർഡിങ് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ലാപ്പിൽ നിന്നും കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ആരെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്താൽ ഞാൻ രണ്ടും കൂടെ അപ്ലോഡ് ചെയ്യാം. ശരി, അപ്പോൾ ഞാൻ എൽസിനകത്ത് വീണ്ടും 2 ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ ഇതിനകത്ത് എന്ത് എഴുതി കഴിഞ്ഞാൽ ഇഫ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യും, എൽസ് ആണെങ്കിൽ ഇവിടെ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന കണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്നാണ്. നമുക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലൊന്നും പോകണ്ട. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് 11ാമത്തെ പിന്നാണ് ഓൺ ആക്കേണ്ടത്. പക്ഷെ നമ്മളത് ഔട്ട്പുട്ടായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് അത് ചെയ്യാം ആദ്യം. അപ്പോൾ നമുക്ക് പിൻ നമ്പർ 12 ഔട്ട്പുട്ട് ആണെന്ന് പറഞ്ഞ പോലെ 11 ഔട്ട്പുട്ട് ആക്കി. 11 ഔട്ട്പുട്ട് ആക്കി. എന്നിട്ട് ഈ എൽസിനകത്ത് ഞാൻ ഡിജിറ്റൽ റൈറ്റ് (11,1) കൊടുത്തു. അതായത് 11 ഓൺ ആക്കാൻ. അതായത് ഇപ്പൊ 5 പ്രാവശ്യം നീല LED കത്തി തീർന്നതിന് ശേഷം ചുമന്ന LED ഓൺ ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ കോഡ്. ഞാൻ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. അഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം ആ ചുമന്ന ലൈറ്റ് ഓൺ ആയി. ഇത് ആക്ച്വൽ ആഡിയോ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പ്ലേ ചെയ്യാം. ഒന്ന് സൂം ചെയ്യണം, ഒന്നുകൂടെ പ്ലേ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാണ് സിമുലേഷൻ. ശരി, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ഞാൻ ഇൻറ്റിജർ എന്താണെന്നും അതിൻ്റെ ഒരു വാല്യൂ എങ്ങനെ കൊടുക്കാം എന്നുള്ളതും ഞാൻ പറയാനായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മൾ 5 പ്രാവശ്യം ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ട് അതിനെ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ ഇതേപോലെ നമുക്ക് വേറെയും പേർപ്പസ് ഉണ്ടാവും. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു 50 പ്രാവശ്യം ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ 100 പ്രാവശ്യം ഒരു കാര്യം ചെയ്യണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിരന്തരം ടാസ്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഈ മാർഗം ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടി എളുപ്പ മാർഗമുണ്ട്. ഇത്രയും കാര്യങ്ങളെ സി പ്രോഗ്രാം ഒരൊറ്റ വരിയിൽ നമുക്ക് എഴുതാനൊരു സംവിധാനം തരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്താലും വർക്ക് ചെയ്യും.
ഇതേപോലെ നമുക്ക് ചെയ്താലും മതി. പക്ഷേ നമ്മൾ മുകളിൽ ഒരു ഇൻറ്റിജറിന്റെ വാല്യൂ കൊടുത്ത് ആ വാല്യൂ ഡിക്ലെയർ ചെയ്ത് താഴെ വാല്യൂവിനേക്കാളും കൂടുതലാണോ കുറവാണോ നോക്കി അതിന് വെളിയിൽ വന്ന് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരൊറ്റ ലൈൻ കോഡിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ പേര് ഫോർ ലൂപ്പ് എന്നാണ്. അതായത് നമുക്ക് നിശ്ചിത തവണ ഒരു കാര്യം ചെയ്യണം. ആ ഒരു നമ്മൾ പ്രോഗ്രാമിംഗ് ടെർമിനോളജിയിൽ അതിനെ വിളിക്കുന്നത് ഫോർ ലൂപ്പ് എന്നാണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ചുറ്റണം എന്ന് തീരുമാനിക്കുക. ഇത് എല്ലാ പ്രോഗ്രാമിങ്ങിനും ഉണ്ട്. ഇതൊരു പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽ ആണ്. നമുക്ക് സിക്കകത്തുണ്ട്, പൈത്തണിനകത്തുണ്ട്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതേ കാര്യം നമുക്ക് ഫോർ ലൂപ്പും കൂടെ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ലൂപ്പ് ഒന്ന് ക്ലിയർ ആവും, ആ ഒരു പാട്ട് ക്ലിയർ. ഞാൻ ആരുടെയെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ കൊള്ളാം. ഞാൻ ഒരുപാട് ഇന്റൻസ് ആയി പോകുന്നുണ്ടെങ്കിലോ ഒരുപാട് സിമ്പിൾ ആയി പോകുന്നുണ്ടെങ്കിലോ ഒന്ന് സജസ്റ്റ് ചെയ്താൽ അതനുസരിച്ച് ക്ലാസിന്റെ വേഗതയും ഇൻഫർമേഷന്റെ ഇന്റൻസിറ്റിയും ഒന്ന് ക്രമപ്പെടുത്താം. എനിക്ക് ആ കാണാവുന്ന ഷൈൻ സാറിനെ മാത്രമാണ്. സാർ ഒരു അഭിപ്രായം പറയാമോ? ഇങ്ങനെ പോയാൽ മതിയോ? സാറേ കുഴപ്പമില്ല സാറേ, കുഴപ്പമില്ല, പോകുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് ഇനി ഫോർ ലൂപ്പ് പഠിക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. സെറ്റപ്പ് പറഞ്ഞു, ലൂപ്പ് പറഞ്ഞു, നമ്മൾ ഇൻപുട്ട് ആക്കുന്ന എങ്ങനെയാണ്, ഔട്ട്പുട്ട് ആക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞു, ഓൺ ആക്കുന്ന എങ്ങനെയാണ്, ഓഫ് ആക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇഫും എൽസും അതേപോലെ തന്നെ ഇൻറ്റിജർ ഒരു വേരിയബിൾ എങ്ങനെയാണ് പറഞ്ഞു. ശരി, അപ്പൊ നമുക്ക് ഇനി ഈ ഇതേ കാര്യം ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കൗണ്ട് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. കാരണം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത് അല്ലാണ്ട് ചെയ്യാണ്. നമുക്ക് ആകെ വേണ്ട എന്താണ്? ഇതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം. അഥവാ നമ്മൾ ഒരു ലൈറ്റ് ഓണും ഓഫും ആക്കാൻ ഉദ്ദേശിച്ച സാധനം. ഇത് ഞാൻ കളയാണ്. അപ്പൊ 12ാമത്തെ പിൻ ഓൺ ആക്കുന്നു. ശരി, അപ്പൊ ഞാൻ അതിനൊക്കെ കൂടുതൽ ബ്രാക്കറ്റ് ഇട്ടൊന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാം. അപ്പൊ ഇത്രയാണല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യം. 5 പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് നിർത്തുകയാണ് വേണ്ടത്. പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഞാനിത് ലൂപ്പിനകത്ത് ഇട്ടാൽ അത് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ലൂപ്പ് അതിനെ കട്ട് ചെയ്ത് ഞാൻ സെറ്റപ്പിനകത്ത് കൊണ്ടിടുകയാണ്. ഓക്കെ, അപ്പൊ ഈ സെറ്റപ്പിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ ഒരൊറ്റ വരി കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം വേണം എന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം മാത്രമായിട്ട് അതിനെ ചെയ്യിക്കാൻ പറ്റും. ഇത്തരമുള്ള പ്രോഗ്രാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല, നേരത്തെ ചെയ്ത അതേ കാര്യമേ ഉള്ളൂ. സെറ്റപ്പിനകത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, സെയിം സാധനം. അപ്പൊ ആ ഫംഗ്ഷന്റെ പേര് ഫോർ എന്നാണ്. ബ്രാക്കറ്റിനകത്ത് നമ്മൾ നേരത്തെ ഒരു ഇന്റിജർ ഡിക്ലെയർ ചെയ്തല്ലോ. ഡിക്ലെയർ ചെയ്ത് ഇങ്ങനെ ഇന്റിജർ ഉണ്ട് എന്ന് കമ്പൈലറിനെ പറഞ്ഞ് മനസ്സിലാക്കി. അത് നമുക്ക് ഇവിടെ ചെയ്യാം. INT നമുക്ക് തൽക്കാലം I എന്ന് പേര് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാമല്ലോ. അപ്പൊ I എന്ന് കൊടുക്കുന്നുള്ളേ ഉള്ളൂ. INT I = 0. ഇപ്പൊ ഐയുടെ വാല്യൂ 0 ആണ്. ശരി, I <5. ഐയുടെ വാല്യൂ 5 ആകുന്നത് വരെ, 5-നേക്കാളും കുറവാണെങ്കിൽ മാത്രം ഈ താഴെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് എന്താ, ഓരോ പ്രാവശ്യം ചെയ്തിട്ട് ഐയുടെ വാല്യൂ കൂട്ടണം. ശരി, ++i. ഇത്രയും ഞാൻ എഴുതി കഴിയുമ്പോൾ ഒറ്റ വരി കൂടെ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനമാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇപ്പൊ ആദ്യം എന്ത് പറ്റും? ഐയുടെ വാല്യൂ 0 ആണ്. എന്നിട്ട് നോക്കും, ഇത് 0 ഇതിന് 5-നേക്കാളും കുറവാണല്ലോ എന്നാൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ അത് ചെയ്യും. എന്നിട്ട് വീണ്ടും തിരിച്ചു വരും, ഐയുടെ വാല്യൂ ഒന്ന് കൂട്ടും. 5-നേക്കാളും കുറവാണോ നോക്കും, അതേ കുറവാണ്, വീണ്ടും ചെയ്യും. അങ്ങനെ 0, 1, 2, 3, 4, 5 പറ്റത്തില്ല. കാരണം 5 എന്ന് പറഞ്ഞാൽ ഇതിന് I എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതായി പോകും, സെയിം ആയി പോകും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ 0, 1, 2, 3, 4 അങ്ങനെ 5 പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3, 4, 5 5 പ്രാവശ്യം ചെയ്തിട്ട് ആ പ്രോഗ്രാം അവിടെ നിന്നു. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന എന്താണ്, ഈ റെഡ് ലൈറ്റിനെ കത്തിക്കാൻ കൂടെ ചെയ്തില്ലേ, അത് ഈ ലൂപ്പിന്റെ തൊട്ട് താഴെ എഴുതി വെക്കാം. കാരണം ഇത് സെറ്റപ്പ് ആണല്ലോ, ലൂപ്പ് അല്ലല്ലോ. അപ്പൊ അത് വർക്ക് ആയിക്കോളും. ലൂപ്പ് ആണെങ്കിലും വർക്ക് ആവും. അവിടെ ഞാൻ ഡിജിറ്റൽ റൈറ്റ് 11,1 ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലൈറ്റ് 1, 2, 3, 4, 5 പ്രാവശ്യം കഴിഞ്ഞു. ആ ലൈറ്റ് ഓൺ ആയി നിന്നു. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ ഒരു കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 8 മണി ആവുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? പ്രൊസീഡ് ചെയ്യണോ അതോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണോ അതോ ഒരു കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട്? കേൾക്കുന്നില്ല. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ചെയ്തൊരു പമ്പിൻ്റെ ഒരു കൺട്രോളറിൻ്റെ ഒരു പ്രോഗ്രാം ഒരു ബോർഡിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചിട്ട് ഇതിനകത്തുള്ളൊരു ഫങ്ഷനാലിറ്റി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഒരു അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് എന്താണോ ഒന്ന് കാണിച്ചിട്ട്. ഇതൊരു പെരിസ്റ്റാൽറ്റിക് പമ്പിന് ഒരു കൺട്രോളർ ഡിസൈൻ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഡിസ്പ്ലേ ശരിക്കും ഒരു OLED ഡിസ്പ്ലേ ആണ്, ഓർഗാനിക് LED ഡിസ്പ്ലേ ആണ്. ഇവിടെ ഒരു ചെറിയ പൊട്ടൻഷ്യോമീറ്റർ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ആർഡിനോ ബോർഡും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ചാൽ ആ ഡിസ്പ്ലേയിൽ എത്ര ശതമാനം തിരിച്ചു എന്നുള്ളത് ഞാൻ കാണിക്കാം. സിമ്പിൾ ഒരു സാധനമാണ്. ഞാൻ തിരിക്കുന്ന അനുസരിച്ച് എത്ര ശതമാനമാണ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്തൊരു പെർസെൻറ്റേജ് എഴുതി കാണിക്കുന്നുണ്ട്. എന്താണ് സാർ കാണുന്നില്ല? ഓക്കെ, ആ ഗ്രാഫ് മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാനത് കുറച്ചുകൂടെ കൂട്ടാം. ഇപ്പം അത് ഫുള്ളായി, ഒരു എൻഡ് ആകുമ്പോഴത്തേക്ക് അത് 0 ആയി. എത്ര തിരിച്ചു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇതിന്റെ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നീല കളർ LED ഉണ്ട്. LED എത്ര ശതമാനം പ്രകാശിക്കുന്നു എന്നുള്ളതും കൂടെ മാറുന്നുണ്ട്. അതായത് 0 ആക്കുമ്പോൾ 0 ആണ്, 0 ആക്കുമ്പോൾ LED കുറഞ്ഞ് ആ ബാർ ഗ്രാഫ് മാറുന്നത് പോലെ തന്നെ LED കംപ്ലീറ്റ് ഓഫ് ആവുന്നുണ്ട്. ഇപ്പോൾ 1%, 2% ഒക്കെ വെച്ച് കഴിഞ്ഞാൽ LED വളരെ ചെറുതായിട്ട് ഓൺ ആവുന്നത് കാണാം. പ്രകാശം തീരെ കുറവാണ്. കൂട്ടുന്നതനുസരിച്ച് LED പ്രകാശവും കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഒരു LED പ്രകാശം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത് എന്നുള്ള ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. ഇത് മുഴുവൻ ഇന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ LED ബ്രൈറ്റ്നസിന്റെ കാര്യം മാത്രം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഞാനത് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യത്തിന് ഞാൻ എൻ്റെ വീടിനടുത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ട്രെയിൻ പോകുന്ന സൗണ്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ് ഒന്ന് പറ്റും. ശരി, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എന്താണ് ഡിജിറ്റൽ വാല്യൂ, എന്താണ് അനലോഗ് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി തന്നിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ പലരും ഡിജിറ്റൽ എന്നും അനലോഗ് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഒരു ഉദാഹരണത്തോടുകൂടി പറയാം. ഞാൻ എൻ്റെ മുറിക്കകത്തോട്ട് കടന്നു വന്നു. ഞാൻ എൻ്റെ മുറിയിൽ ലൈറ്റ് ഇട്ടു. എനിക്ക് ലൈറ്റ് ഇടാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. എനിക്ക് പകുതിയായിട്ട് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ഒന്നിൽ ഇടാൻ പറ്റും, 2 വാല്യൂ ഉള്ളൂ. അതായത് ഇറ്റ്സ് ഓൺ ഓർ ഇറ്റ്സ് ഓഫ്. ഇറ്റ് ഇസ് എ ഡിജിറ്റൽ വാല്യൂ. അതിന് ഫിക്സഡ് ആണ്. അത് ഒന്നി ഓൺ അല്ലെങ്കിൽ ഓഫ്, 2 വാല്യൂസ് അവിടെ ഉള്ളൂ. ഇനി ഞാൻ നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് കയറി. ഞാൻ ടാപ്പ് തുറന്നു. എനിക്ക് കുറച്ച് ടാപ്പ് തുറക്കാം, കുറച്ചുകൂടെ തുറക്കാം. എനിക്കൊരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അതിനിടയ്ക്കുണ്ട്. 1%, 1.5%, 2, 2.4, 2.3 എന്നൊക്കെ പറഞ്ഞ് 50%, 60%. അതൊരു അനലോഗ് വാല്യൂ ആണ്. നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന പല കാര്യവും ഇതേപോലെ ഒരുപാട് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. വോൾട്ടേജ് 5 വോൾട്ട് ഉണ്ട്, 5.5 വോൾട്ട് ഉണ്ട്, 3.25 വോൾട്ട് ഉണ്ട്, 2.25 വോൾട്ട് ഉണ്ട്, 254.3 വോൾട്ട് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് 1ഉം 0ഉം അല്ല, ഒരു അനലോഗ് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നിനെ ഡിജിറ്റലായിട്ട് റൈറ്റ് ചെയ്തു, ഓൺ ആക്കി. പക്ഷെ നമുക്ക് ഈ ഓൺ ആക്കുന്നത് ഓഫ് ആക്കുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഉദ്ദേശിച്ച സാധാരണ ഒരു DC മോട്ടറാണ്. സ്റ്റെപ്പർ മോട്ടർ ആണെങ്കിൽ അതിൻ്റെ കഥ വേറെയാണ്. അപ്പോൾ സാധാരണ ഒരു മോട്ടർ എടുത്തു. ഉദാഹരണത്തിന് ഒരു കുഞ്ഞിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ഒരു ഫാനുള്ളൊരു മോട്ടർ എടുത്തു. അപ്പോൾ എനിക്ക് ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റണം. അപ്പോൾ ഞാൻ അപ്പോൾ അല്ലെങ്കിൽ ഒരു LED ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റണം. നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ഫോൺ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമുക്ക് റെഡും ഗ്രീനും ബ്ലൂ ഉള്ള LEDs കാണാൻ പറ്റും. അപ്പോൾ ഇത് അതിന് ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ചാണ് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു LED ഓണും ഓഫും ആക്കിയാൽ മാത്രം പോരാ,
നമുക്ക് LED ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും കൂടെ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്, PWM. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്താണെന്നുള്ളതെന്ന് പറയാം. അതായത് വളരെ വേഗത്തിൽ ഓണും ഓഫും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എത്ര നേരം ഓൺ ആക്കുന്നുവെന്നും എത്ര നേരം ഓഫ് ആക്കുന്നുവെന്നും ഞാൻ തീരുമാനിക്കുന്നു. എന്ന് വെച്ചാൽ വളരെ അതിവേഗം, ഉദാഹരണത്തിന് 1 മെഗാഹെർട്സ് ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു മൈക്രോ സെക്കൻഡ്, ഒരു സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് എന്ന് വിചാരിക്കാം. 10,000,000 സോറി. അപ്പോൾ ഒരു മൈക്രോ സെക്കൻഡ് ടൈം ഓണും ഓഫും ആക്കുന്നൊരു വേവ് ഫോം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര നേരം എത്ര പ്രകാശം ഉണ്ട്? 50% ഉണ്ടാവുള്ളൂ. അത് 50% ടൈം ഓണും 50% ടൈം ഓഫും ആണ്. പകരം ഞാൻ അതിൻ്റെ വളരെ കുറച്ച് സമയം, ഒരു 10% ഓണും 90% ഓഫും ആക്കി കഴിഞ്ഞാൽ LED വളരെ പതുക്കെ മങ്ങി കത്തും. ഒരു 90% ഓണും ഒരു 10% ഓഫ് ആയി കഴിഞ്ഞാൽ LED നല്ല പ്രകാശിച്ച് കത്തും. 50% ആണെങ്കിൽ അതിൻ്റെ നടുഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഫുൾ ഓൺ ആകുന്നതിൻ്റെ പകുതി ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതിനാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പറയേണ്ടതായിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ശതമാനം ഓൺ ഓഫ് ആക്കുന്നതിന് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയും. ഞാനിലോട്ട് പോകുന്നില്ല. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് LED ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റണം. അപ്പോൾ നമുക്ക് ആർഡിനോയിൽ ഇതിന് വേണ്ടി ഒരു ബിൽറ്റ് ഇൻ ഹാർഡ്വെയർ അതിനകത്തുണ്ട്. ഒരു ടൈമർ ക്യാപ്ചർ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞൊരു സാധനം അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്കൊരു 8 ബിറ്റ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 8 ബിറ്റ് എന്നൊന്നും കേട്ട് പേടിക്കണ്ട. 0 കൊടുക്കാം, 255 കൊടുക്കാം. 0 കൊടുത്താൽ LED ഓഫ് ആയി കിടക്കും. 255 കൊടുത്താൽ LED പൂർണ്ണ പ്രകാശത്തോട് കത്തും. 100 കൊടുത്താൽ അല്ലെങ്കിൽ 125 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിക്ക് കത്തും. അപ്പോൾ നമുക്ക് 10 കൊടുക്കാം, 50 കൊടുക്കാം, 60 കൊടുക്കാം, 100 കൊടുക്കാം, 255 വരെ കൊടുക്കാം. അപ്പോൾ LED ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു കോഡ് എഴുതി കാണിച്ചു തന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഞാൻ ഇപ്പം ഇതുവരെ എഴുതിയ പ്രോഗ്രാം എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. സെറ്റപ്പ് ലൂപ്പ് മാത്രം നിർത്തുകയാണ്. അപ്പം ഞാൻ തൽക്കാലം ഇതൊക്കെ ഞാൻ ഈ LED ഇവിടുന്ന് എടുത്ത് ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഈ LED ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഈ LED ഡിലീറ്റ് ചെയ്യാണ്. ഈ LED ഞാൻ പിൻ നമ്പർ 9 കൊടുക്കുകയാണ്. ഈ നെഗറ്റീവ് ഞാൻ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പം നമുക്കൊരു LED ആയി. ഇനി നമുക്ക് കോഡ് വേണം. ഈ LED പ്രകാശം കൂട്ടുക കുറയ്ക്കുകയാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ കോഡ് എടുത്തു. ഞാൻ നേരത്തെ എഴുതിയ കോഡൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഒറ്റ ലൈൻ കോഡ് എഴുതുന്നുള്ളൂ. അനലോഗ് റൈറ്റ് പിൻ നമ്പർ 9,255. ഒറ്റ ലൈൻ കോഡേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സെറ്റപ്പിൽ വേറെ കോഡില്ല, നമ്മൾ പിൻ മോഡ് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഒറ്റ ലൈൻ കോഡ് മാത്രമേ ഉള്ളൂ. LED കത്തുന്ന കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ 100 കൊടുത്തു. അത് വേണ്ട 25 കൊടുത്തു. 255 മാറി ഞാൻ 25 കൊടുക്കുകയാണ്. LED വളരെ മങ്ങി കത്തുന്നതായിട്ട് കാണാം. ഞാൻ അതിനെ ഒരു 125 ആകുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഒരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് സീരീസ് ഓഫ് കോഡ്സ് എഴുതാം. ഞാൻ 9 പിൻ നമ്പർ 9,0 അപ്പോൾ ഓഫായി കിടക്കുകയാണ്. ഇതിന് ഡിലേ കൊടുക്കുകയാണ്. ഒരു 500 മില്ലി സെക്കൻഡ്, അര സെക്കൻഡ് ഡിലേ കൊടുത്തു വിചാരിക്കാം. ഞാൻ ആദ്യം അതിനെ 10 ആക്കി, 50 ആക്കി, 100 ആക്കി, 150 ആക്കി, 255 ആക്കി. ഇത്രയേ ഉള്ളൂ കോഡ്. അതായത് 0 ആക്കുന്നു, 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, 10 ആക്കുന്നു, 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, 50 ആക്കുന്നു, 100 ആക്കുന്നു, 150 ആക്കുന്നു, 255 ആക്കുന്നു. ഞാൻ ആ സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ സെറ്റപ്പിൽ കൊടുത്തുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമുക്ക് അതിനെ നേരെ അവിടെ നിന്ന് എടുത്ത് ലൂപ്പിനകത്തോണ്ട് ഇടാം. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. സിമുലേറ്റ് ചെയ്യാണ്.
കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം, ഇതിനകത്ത് നമ്മൾ പിൻ മോഡ് പറഞ്ഞില്ലല്ലോ, നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിക്ലെയർ ചെയ്തില്ലല്ലോ. ഇത് ഒരു സെപ്പറേറ്റ് ഹാർഡ്വെയർ ആയതുകൊണ്ട് അത് വേണമെന്നില്ല. നമ്മൾ അനലോഗ് റൈറ്റ് കൊടുത്താൽ അത് വർക്ക് ചെയ്യും. നമ്മൾ പിൻ മോഡ് കൊടുത്താൽ ഔട്ട്പുട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. കൊടുത്തെന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, എൽഇഡിയുടെ ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേറെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് വെച്ചിട്ട്. നമുക്ക് സെർവോ മോട്ടറിന്റെ ഡിഗ്രിയൊക്കെ, സെർവോ മോട്ടറിന്റെ ബിൽഡിൻ ലൈബ്രറി ഉണ്ട്, എന്നാലും നമുക്ക് സെർവോ മോട്ടറിന്റെ മൂവ്മെന്റ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സമയം ഒരു 8:06 ഒന്ന് സംശയ നിവാരണം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ശരിക്കുള്ള ആർഡിനോ എങ്ങനെയാ കോഡ് ചെയ്യുന്നത്? ശരി. ഇപ്പൊ നമ്മൾ സിമുലേറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ശരിക്കുള്ള ആർഡിനോ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്? നമുക്ക് ആർഡിനോയുടെ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് സിമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ആർഡിനോ ബോർഡ് കാണത്തില്ലല്ലോ, എല്ലാവർക്കും പ്രോഗ്രാമിംഗ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ arduino.cc എന്നാണ് ആർഡിനോയുടെ വെബ്സൈറ്റിന്റെ പേര്. നമ്മൾ ആർഡിനോ വെബ്സൈറ്റ് കയറും. ഇതാണ് വെബ്സൈറ്റ് കാണുക. നമ്മൾ സോഫ്റ്റ്വെയർ എടുക്കുന്നു. നമുക്ക് അതിനകത്ത് ആർഡിനോയുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതാണ് ആർഡിനോയുടെ സോഫ്റ്റ്വെയർ. ഈ ആർഡിനോ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന ആർഡിനോ IDE എന്നാണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ്. ഞാൻ ആർഡിനോയുടെ സോഫ്റ്റ്വെയർ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ മെറ്റ സിസ്റ്റത്തിൽ നിന്ന് ഒരു സിസ്റ്റം കൂടെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഷെയർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ യൂസിങ് സിസ്റ്റത്തിൽ ആർഡിനോ ഇൻസ്റ്റാൾഡ് അല്ല. ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ആർഡിനോ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് നമ്മളൊരു ആർഡിനോ ബോർഡ് കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ബോർഡ് സെലക്ട് ചെയ്യാൻ പറ്റും, പോർട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, ഏത് ആർഡിനോ പ്രോസസ്സറാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യാം. ഇവിടെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് ആർഡിനോ ബോർഡിൽ എക്സിക്യൂട്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. ഇതൊരു സാധാരണ ആർഡിനോ ബോർഡാണ്, ആർഡിനോ നാനോയാണ്. അപ്പം ഞാൻ അതിലോട്ട് കേബിൾ കണക്ട് ചെയ്യാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ജസ്റ്റ് ഓൺ ആയതേ ഉള്ളൂ. ഇനി ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ നേരത്തെ എഴുതിയ സെയിം കോഡ് എഴുതുകയാണ്. ഔട്ട്പുട്ട് right 13,1 okay. നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ഇപ്പോൾ പ്രോഗ്രാം ചെയ്തു. സോറി കണ്ടില്ല അല്ലേ, ബിന്ദു ആയിപ്പോയി. സോറി, ഷെയർ ആയോ? ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പ്രോഗ്രാം എഴുതിയതാണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഇട്ടേക്കുന്ന, സോറി ലാപ്ടോപ്പിൽ ഇട്ടേക്കുന്ന ആർഡിനോ ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടൂൾസ് എടുക്കുന്നു, പോർട്ട് എടുക്കുന്നു, നമുക്ക് ഏത് പോർട്ടാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നു. ഇപ്പം COM3 ആണ് എൻ്റെ ആർഡിനോ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. ആർഡിനോ ബോർഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഈ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്.
ഞാൻ ഇവിടെ 2 ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ അപ്ലോഡ് എന്നൊരു ബട്ടണും ഈ വെരിഫൈ എന്നൊരു ബട്ടണും. നമ്മൾ അപ്ലോഡ് എന്നൊരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് നേരെ ആർഡിനോക്കകത്തേക്ക് അപ്ലോഡ് ആവുകയാണ്. അത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ആവുകയാണ് ചെയ്യാം. അപ്പോൾ സാറിൻ്റെ സംശയം ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോ ഈ പ്രോമിലോട്ട് റൈറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതെ, അതിൻ്റെ ബിൽറ്റ് ഇൻ ഈ പ്രോമിലോട്ട് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാർ അത് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലാരിറ്റി തരാം. ഇതിനകത്ത് ശരിക്കും ഒരു അറ്റ്മെഗ 328 മൈക്രോ കൺട്രോളർ ഇരിപ്പുണ്ട്. സാറിന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മെഗ 328 മൈക്രോ കൺട്രോളർ ഇരിപ്പുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ഇത് പ്രോഗ്രാം ചെയ്യേണ്ട രീതി, അതായത് ഈ അറ്റ്മെഗ 328 അറ്റ്മെൽ എന്നുള്ള കമ്പനി ഇറക്കിയ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യേണ്ട രീതി ഒരു SPI ഒരു സീരിയൽ മെത്തേഡിലാണ്. സീരിയലായിട്ട് നമുക്ക് ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു 6 പിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ 6 പിന്ന് ഈ അറ്റ്മെലിന്റെ പ്രോഗ്രാമറിലോട്ട് കണക്ട് ചെയ്ത് അത് പ്രോഗ്രാം ചെയ്ത് ഇതിന്റെ ഈ പ്രോമിലോട്ട് ഈ സ്ക്വയർ പ്രോമിലേക്ക് ഇടുക എന്നുള്ള ശൈലിയാണ്. അപ്പൊ ആർഡിനോ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആർഡിനോ ആദ്യം അതൊരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ബൂട്ട് ലോഡർ എന്നാണ് പറയുക. ഈ ബൂട്ട് ലോഡർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയലായിട്ട്, അഥവാ നമുക്ക് USB വഴി കണക്ട് ചെയ്യുമ്പോൾ ഉള്ള USB വഴി പവർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൊരു സീരിയൽ ആയിട്ട് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീരിയലായിട്ട് കിട്ടുന്ന ഡേറ്റയെ അതിന്റെ പ്രോഗ്രാം മെമ്മറിക്കകത്ത് കൊണ്ട് ഇടുക എന്നൊരു ജോലിയാണ് ബൂട്ട് ലോഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം അറ്റ്മെലിന്റെ പ്രോഗ്രാമർ വാങ്ങിച്ച് കഷ്ടപ്പെടേണ്ട, ഓരോ പ്രാവശ്യം അതിന്റെ പ്രോഗ്രാമിംഗ് ID ഉപയോഗിക്കേണ്ട. നമുക്ക് ആർഡിനോ കുറച്ച് എളുപ്പമാക്കിയിട്ടുണ്ട്. ഈ ആർഡിനോ ബോർഡിന്റെ ഒരു പ്രത്യേകത, അകത്ത് ഇവിടെ ഒരു IC ഉണ്ട്. അത് ഈ USB എന്ന് കിട്ടുന്ന ഡേറ്റയെ സീരിയലായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിന്റെ പ്രോസസ്സറിൽ എത്തിച്ചോളണം 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ സംവിധാനമുണ്ട്. സാറ് പറഞ്ഞാൽ ഈ പ്രോമിലോട്ടാണോ പോകുന്നതെന്ന് വെച്ചാൽ അതെ, അതാണ്. പക്ഷെ ഡയറക്റ്റ്ലി ഈ പ്രോമിലോട്ടല്ല പോകുന്നത്. ആർഡിനോ ഇതിനകത്ത് റൺ ചെയ്യുന്ന ബൂട്ട് ലോഡറിലേക്ക് പോകും. ബൂട്ട് ലോഡർ കൊണ്ട് അതിന്റെ പ്രോഗ്രാം മെമ്മറിക്കകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. സാറിന്റെ സംശയം ക്ലിയർ ആയോ? ഞാൻ ചോദിക്കാൻ കാരണം മെമ്മറി ഈ പ്രോമിന് റീഡ് റൈറ്റ് സൈക്കിൾസ് ഉണ്ടല്ലോ. ഉണ്ട്. ഈ സ്ക്വയർ പ്രോമിന് 1 മില്യൺ റീഡ് റൈറ്റ് സൈക്കിൾസ് 1 മില്യൺ റൈറ്റ് സൈക്കിൾസ് ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 1 മില്യൺ പ്രാവശ്യത്തിൽ കൂടുതൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ്ഡ് ആയി പോകും. പക്ഷെ നമ്മൾ അത്രയും തവണ പ്രോഗ്രാം ഇറേസ് ചെയ്തിട്ട് റീപ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, അത്രയും ചെയ്താൽ ചിലപ്പോൾ ഡാമേജ് ആവുമായിരിക്കും. ഒരു ദിവസം ഒരു 50-100 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനെ എക്സോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 200 രൂപയുടെ ബോർഡാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊരു പ്രോഗ്രാം മെമ്മറി ഡാമേജ് ആയാൽ അത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. റീഡിന് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, റൈറ്റിനാണ് ലിമിറ്റ് ഉള്ളതാണ് എൻ്റെ അറിവ്. നമുക്ക് വേർഷൻ 1.8 ഉപയോഗിക്കാം, 2 യൂസ് ചെയ്യാം. ഈ 1.8 വരെയുള്ള ഏതാണ്ട് കാണാൻ ഒരേപോലെ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ലെഗസി എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. 2 അതിൽ മുകളിലേക്കുള്ളതാണെങ്കിൽ അതിൻ്റെ കാണാനുള്ള ഷേപ്പും അതിൻ്റെ ഫങ്ഷനാലിറ്റിയും കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നത് ഏതാണോ, 2 താഴെയുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഈ 2 പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ID വെച്ച് ചെയ്യാം. ഞാൻ ഇന്ന് എല്ലാവർക്കും സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്ത് നോക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ഓൺലൈൻ സിമുലേറ്റർ യൂസ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാണെന്നുള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട്? മാത്യു ജോർജ് സർ, ഡൗട്ട് ക്ലിയർ ആയോ? ഞാൻ കൂടുതൽ അഡ്രസ് ചെയ്യണം. സർ മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ, താങ്ക്സ്. എനി ഡൗട്ട്സ്, എനി ക്വസ്റ്റ്യൻസ്? ഞാൻ ജസ്റ്റ് ഇതുവരെയുള്ള ഇന്നത്തെ ക്ലാസ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 8:15 നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങിയത് ജസ്റ്റ് ആർഡിനോ ബേസിക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തമായിട്ട് ആർഡിനോ ബോർഡ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് തുടങ്ങിയത്. നമ്മൾ ടിങ്കർ ക്യാഡ് എന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ സിമുലേറ്റർ ആണ് ഉപയോഗിച്ചത്. ഫ്രീ ആണ്, ഓട്ടോ ഡെസ്കിൻ്റെ ആണ്. ടിങ്കർ ക്യാഡ് എന്നുള്ള വെബ്സൈറ്റിൽ കയറി നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് ആർഡിനോ ബോർഡ് വലിച്ചുകൊണ്ടിട്ട് അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ശൈലിയാണ് നമ്മൾ അവലംബിച്ചത്. പിന്നീട് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത്, നമ്മൾ സെറ്റപ്പ് എന്താണ്, ലൂപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു. സെറ്റപ്പ് എന്നുള്ളതിനകത്ത് എന്ത് പ്രോഗ്രാം എഴുതിയാലും ഒറ്റ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളതും, ലൂപ്പിനകത്ത് എഴുതുന്നത് നിരന്തരം ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമോ എന്നുള്ളതും പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യം, ഒരു ലൈറ്റ് എങ്ങനെ ഓൺ ആക്കാം. അതിൻ്റെ 2 സ്റ്റെപ്പാണ്. ഒരു സ്റ്റെപ്പ് അതിനെ ഒരു പിന്നിനെ ഔട്ട്പുട്ട് ആക്കി ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു പിന്നിനെ ഇൻപുട്ടോ ഔട്ട്പുട്ട് ആക്കാൻ ഉപയോഗിക്കുന്ന കോഡ് പിൻ മോഡാണെന്നുള്ളത് പഠിച്ചു. ആ ലൈറ്റിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളത് ഡിജിറ്റൽ റൈറ്റ് ആണെന്നുള്ളത് പഠിച്ചു.
പിൻ മോഡും ഡിജിറ്റൽ റൈറ്റിന്റെയും ആദ്യത്തെ വാക്ക്, അതായത് പിന്നും അല്ലെങ്കിൽ ഡിജിറ്റലും സ്മോൾ ലെറ്റർ ആണെന്നും സബ്സിക്വന്റ് വേർഡ് വിൽ സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കി, അത് കഴിഞ്ഞ് അടുത്ത പഠിച്ച നമ്മുടെ ലൈറ്റിനെ ബ്ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മളൊരു ഡിലേ കൊടുത്തു. അപ്പോൾ ഡിലേ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ച ഒരു ലൈറ്റ് 5 പ്രാവശ്യം മാത്രം ബ്ലിങ്ക് ചെയ്താൽ മതി എന്നുള്ളൊരു എക്സസൈസ് ആയിരുന്നു. അതിൻ്റെ ഉദ്ദേശം പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആയ ഒരു വേരിയബിൾ എന്താണെന്ന് പറയുക എന്നുള്ളതായിരുന്നു. നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ വേരിയബിൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇൻറ്റിജർ എന്നൊരു വേരിയബിൾ എടുത്തു. അതോടൊപ്പം നമ്മൾ ഇഫും എൽസും പഠിച്ചു. ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം. 5 പ്രാവശ്യം നമ്മൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിച്ചു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും കഷ്ടപ്പാടില്ല, നമുക്ക് ഒറ്റ വരി കോഡ് കൊണ്ട് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഫോർ ലൂപ്പ് എന്താണെന്നുള്ളത് പഠിച്ചു. നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് നമ്മൾ ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത ലൈറ്റിനെ ഇന്റൻസിറ്റി കുറയ്ക്കുക, അതായത് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. അതിന് നമ്മൾ അനലോഗ് റൈറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ പഠിച്ചു. അത് വെച്ച് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് ചെയ്ത് നോക്കിയത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ സാറേ, സാർ പറഞ്ഞോളൂ. നമ്മളിപ്പോ നേരത്തെ പിന്നെ മാത്യു സാറ് പറഞ്ഞ പോലെ ഈ നമ്പർ ഓഫ് സൈക്കിൾസ് അതും അതേപോലെ ഓർഡിനോ ബോർഡിന്റെ ലൈഫും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നതും അതേപോലെ ഇഫ് എൽസ് ഉപയോഗിക്കുന്നതും ഈ ലൈഫിനെ ബാധിക്കുമോ? ഇല്ല ഇല്ല, അത് നമ്മൾ പ്രോഗ്രാം ചെയ്താൽ മാത്രമേ, അത് 1 മില്യൺ ടൈംസ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ എൻ്റെ ലൈഫിനെ ബാധിക്കുള്ളൂ. പിന്നെ നമ്മളത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന്, അത് റീഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ റൈറ്റ് ചെയ്യുന്നതിനാണ് ഈ പ്രോഗ്രാമിന് ലിമിറ്റേഷൻ ഉള്ളത്. പിന്നെ സാർ ചോദിച്ചാൽ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് സാർ ഒരു കാറിന്റെ സ്പീഡോമീറ്റർ ഉണ്ടാക്കി അല്ലെങ്കിൽ റോഡോമീറ്റർ ഉണ്ടാക്കി, കാർ എത്ര കിലോമീറ്റർ ഓടി എന്ന് അതിനകത്ത് രേഖപ്പെടുത്തി പോകണം. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള E² Pro മെമ്മറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അതിനകത്തോട്ടാണ് സേവ് ചെയ്യുന്നത്, പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ. അവിടെ ഇതൊരു പ്രശ്നം വരും. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ എല്ലാ 100 മീറ്ററും കൂടുമ്പോൾ ഉള്ള ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 മില്യൺ റീഡ് റൈറ്റ് സൈക്കിൾസ് പെട്ടെന്ന് നമ്മൾ ഓവർഷൂട്ട് ചെയ്യും. അപ്പം ആർഡിനോ ബോർഡ് ഡാമേജ് ആവും. അത് നമുക്ക് 1 മില്യൺ ടൈംസേ ആ E² Pro റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ അതിനുള്ള മെഷേഴ്സ് എടുക്കും. നമ്മൾ എല്ലാ 100 കിലോമീറ്ററും ചിലപ്പോൾ പെർമനന്റ് മെമ്മറിയിൽ സേവ് ചെയ്യത്തില്ല. ഇതിന്റെ റാം അൺലിമിറ്റഡ്, എത്ര പ്രാവശ്യമാണ് അൺലിമിറ്റഡ് റീഡ് റൈറ്റ്സ് ആണ്. നമുക്ക് ടെമ്പററി മെമ്മറിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കൊണ്ടിടാം. പെർമനന്റ് മെമ്മറിക്കകത്ത് സേവ് ചെയ്യുന്നത് എപ്പോൾ വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പവർഫുൾ കപ്പാസിറ്റർ ബാക്കപ്പ് ആയിട്ട് വെച്ചാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റ എന്തായാലും ബാക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ കിലോമീറ്റർ കൂടുമ്പം സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ കൂടുമ്പോൾ സേവ് ചെയ്യാം. 1/2 കിലോമീറ്റർ കൂടുമ്പോൾ സേവ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, 1 മില്യൺ കിലോമീറ്റർ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 50.5 ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 30,000 പ്രാവശ്യം റൈറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ബോധപൂർവം അതിനെ എടുത്ത് മറ്റൊരു മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടിടും. പിന്നീട് ഉള്ള റൈറ്റിംഗ് ഒക്കെ അവിടെ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ ഡേറ്റ റീഅലൊക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും സാറിന്റെ ചോദ്യം ഞാൻ അഡ്രസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ഫോർ ലൂപ്പ് റൺ ചെയ്താൽ, പ്രോഗ്രാം റൺ ചെയ്താൽ ഒരു രീതിയിലും എൻ്റെ ലൈഫിനെ എഫക്ട് ചെയ്യില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും റൺ ചെയ്യാം. പക്ഷെ നമ്മൾ റൈറ്റ് ചെയ്താൽ, നമ്മൾ പ്രോഗ്രാം പുതിയതായിട്ട് റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവ്വം പ്രോഗ്രാമിന്റെ ഡേറ്റ പെർമനന്റ് മെമ്മറി കൊണ്ട് ഇടാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എഴുതുകയോ ചെയ്താൽ അതിന് ഇങ്ങനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന് നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനുള്ള മെഷേഴ്സ് എടുത്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്തു പോകുന്നത്. സാർ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തു. ഇറ്റ്സ് ക്ലിയർ സർ, ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു. താങ്ക് യു സാർ. ഈ ടിങ്കർ കാഡ് അല്ല വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ടിങ്കർ കാഡ് അല്ലാതെ പിന്നെ ഒരു ഓപ്ഷൻ ആർഡിനോ ബോർഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. വേറെ സിമുലേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ടിങ്കർ കാഡിന്റെ അത്രയും എളുപ്പമുള്ള സിമുലേറ്റേഴ്സ് ഇല്ല. പല സിമുലേറ്റേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ടിങ്കർ കാഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നമുക്ക് വെബ് ബ്രൗസർ ക്രോമിൽ നിന്ന് തന്നെ റൺ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്ത ഫയലൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ടാകും. അപ്പോൾ ടിങ്കർ കാഡാണ് എളുപ്പം. മറ്റ് ഒരുപാട് കമ്പൈലേഴ്സ് ഉണ്ട്, സിമുലേറ്റേഴ്സ് ഉണ്ട്. ടിങ്കർ കാഡിന്റെ മറ്റൊരു ഉപയോഗമുണ്ട്. ടിങ്കർ കാഡ് വെച്ച് നമുക്ക് 3D മോഡൽസ് ഡിസൈൻ ചെയ്യാൻ പറ്റും, 3D പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള മോഡൽസ്. ഇപ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ മോഡലിംഗ് പഠിപ്പിക്കണമെങ്കിൽ വളരെ സൗകര്യമാണ്. ടിങ്കർ കാഡിനകത്ത് 3D ഡ്രോയിങ് എടുക്കുക, അതിനകത്ത് നമുക്ക് സ്ക്വയറും റെക്ടാങ്കിളും പിരമിഡും കപ്പ് കേക്കും താജ്മഹലും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് STL ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3D പ്രിന്ററിൽ കണക്ട് 3D പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ശരി, അപ്പോൾ വേറെ ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഗ്രൂപ്പിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഗ്രൂപ്പിൽ എല്ലാ മെസ്സേജ് ഞാൻ എപ്പോഴും കണ്ടൊന്നും വരില്ല. പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാം. ശരി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, താങ്ക് യു സാർ.